പ്രിയ സുഹൃത്തുക്കളെ, പ്രകൃതി അരുണിമ ശോഭയാർന്ന ചേലയുടുത്തുകൊണ്ട് വർണ്ണാഭയായി എത്തിയിരിക്കുന്ന ഈ സായാഹ്ന സന്ധ്യയിലേക്ക് ഏവർക്കും സ്വാഗതം. ഈ ത്രിസന്ധിയിൽ ഈറനുടുത്തെത്തിയ ഇളം കാറ്റിനെ തൊട്ടില്ല എന്ന രീതിയിൽ അനുഗമിച്ച് എവിടെ നിന്നോ പറന്നെത്തിയ കാവ്യഗീതത്തിന് ഈണം നൽകിയിരിക്കുന്നത് ദേവരാജൻ മാസ്റ്ററാണ്. ഗാനം ആലപിച്ചിരിക്കുന്നത് ശ്രീമതി AP കോമള. അർക്കാട് പാർത്ഥസാരഥി കോമള എന്നാണ് അദ്ദേഹത്തിൻ്റെ പൂർണ്ണമായ പേര്. ഓൾ ഇന്ത്യ റേഡിയോ ചെന്നൈയിലാണ് ഇവരുടെ സംഗീത ജീവിതം ആരംഭിച്ചത്. മലയാളം, തമിഴ്, തെലുങ്ക്, കന്നഡ ഭാഷകളിലായി നിരവധി മനോഹര ഗാനങ്ങൾ ഇവർ ആലപിച്ചിട്ടുണ്ട്. മലയാള സിനിമയിൽ കോമളാമ്പ ആലപിച്ച ഈ ഗാനം നിങ്ങൾ ഓർക്കുന്നുണ്ടോ? കിഴക്കുതിക്കിലെ ചെന്തെങ്ങിൽ കരിക്ക് പൊന്തിയ നേരം. വളരെ മനോഹരമാണ് ഈ പഴയ ഗാനങ്ങളെയൊക്കെ ഓർക്കുമ്പോൾ. ഇത് ആദ്യ കിരണങ്ങൾ എന്ന ചിത്രത്തിലാണ് ഈ ഗാനം ആലപിച്ചിരിക്കുന്നത്. ഇനി കുട്ടിക്കുപ്പായം എന്ന ചിത്രത്തിൽ ഈ ഗാനം ഓർമ്മയിലുണ്ടോ? വെളുക്കുമ്പോൾ കുളിക്കുവാൻ പോകുന്ന വഴിവക്കിൽ വെലിക്ക നിന്നവനേ. എന്തൊക്കെ പാട്ടുകളല്ലേ! പോയ തലമുറകളിൽ ഈ ഗാനങ്ങൾ ഒരിക്കലെങ്കിലും മൂളാത്തവരുണ്ടാകുമോ? വർഷങ്ങളോളം കോമളാമ്മ മറവിയുടെ മായാത്ത തീരത്തായിരുന്നു. കോമളാമ്മയുടെ ധാരാളം നാടക, സിനിമാ ഗാനങ്ങൾ നമ്മുടെ ഓർമ്മച്ചെപ്പുകളിലേക്ക് സമ്മാനിച്ചുകൊണ്ട് 2024 ഏപ്രിൽ മാസം കാണാത്ത കയങ്ങളിലേക്ക് പോയി മറഞ്ഞു. ആദരണീയായ ഗായിക AP കോമളാമ്മയുടെ ഓർമ്മകളിൽ പ്രണാമമർപ്പിച്ചുകൊണ്ട് KPAC-യുടെ കതിരു കാണാക്കിളി നാടകത്തിൽ മലയാളികൾ എന്നും നെഞ്ചിലേറ്റിയ കോമളാമ്മ ആലപിച്ച ഏറ്റവും മനോഹരമായ ഗാനത്തിലെ വരികളിൽ മറഞ്ഞിരിക്കുന്ന അഴകിൻ്റെ കുടുക്കുകൾ നമുക്ക് കഴിക്കാം. നായികയുടെ ഹൃദയത്തിൽ വേരൂന്നിയ പ്രണയത്തിൽ നിന്നും ഉയിർക്കൊണ്ട സ്വപ്ന കൂടാരത്തിൽ മലരിട്ട സ്വപ്നങ്ങളും മോഹങ്ങളും നിറഞ്ഞ കാമുകൻ്റെ വരവിനായുള്ള കാത്തിരിപ്പിൻ്റെ വൈകാരികമായ സന്ദേഹങ്ങൾ മൊഴിയുന്ന പശ്ചാത്തലത്തിലാണ് ഈ ഗാനം കടന്നു വരുന്നത്. എൻ്റെ പല്ലിവയ്ക്ക് അതിമധുരമാണ് കേട്ടുകൊണ്ടിരിക്കാൻ. ശരിക്കും ചക്കരയുടെ മധുരം പോലെ അല്ലേ? നമുക്ക് നോക്കാം പല്ലവി. ചക്കര പന്തലിൽ തേൻമഴ ചൊരിയും ചക്രവർത്തി കുമാര. നോക്കൂ, മധുരത്താൽ പൊതിയപ്പെട്ട പന്തലിൽ. ആ പന്തൽ നിറയെ മധുരമാണ്. മധുരത്താലാണ് ആ പന്തൽ നിർമ്മിച്ചിരിക്കുന്നത് അല്ലേ? അപ്പോൾ ആ ചക്കര പന്തലിൽ ചക്രവർത്തി, തൻ്റെ പ്രിയപ്പെട്ടവൻ, തൻ്റെ പ്രിയനാഥൻ, അവൻ ചക്രവർത്തി കയറി വരുന്നത് എങ്ങനെയാണ്? തേന്മഴ ചൊരിഞ്ഞുകൊണ്ടാണ്. മധുരമോടെ അതിമധുരമായിട്ട് മാറുകയാണ്. ചക്കരയാണ് പന്തൽ, ചക്രവർത്തിയോ തേന്മഴ ചൊരിഞ്ഞുകൊണ്ടാണ് എത്തുന്നത്. ഇപ്പോൾ പന്തലിൻ്റെ അവസാനം വെച്ച് നോക്കി, അതിമധുര പ്രവാഹമാണല്ലേ. അപ്പോൾ തേന്മഴ ചൊരിഞ്ഞുകൊണ്ട് എത്തിച്ചേരുന്ന ചക്രവർത്തി കുമാര, നിൻ മനോരാജ്യത്തെ രാജകുമാരിയായി വന്നു നിൽക്കാനൊരു മോഹം. രസമല്ലേ? അപ്പോൾ തേന്മഴ ചൊരിഞ്ഞുകൊണ്ട് എത്തിച്ചേരും ചക്രവർത്തി കുമാര, നിൻ്റെ സങ്കല്പ സാമ്രാജ്യത്തിലെ ഏകരാജ്ഞിയായി വന്ന് നിൻ്റെ ജീവൻ്റെ പാതിയായി നിന്നിൽ നിറഞ്ഞു നിൽക്കുന്ന ചിന്തകളിലും സ്വപ്നങ്ങളിലെയും പ്രാണനായി മാറാനുള്ള തീവ്രമായ മോഹങ്ങളാണ് ഈ വരികളിൽ കവി പ്രകടമാക്കുന്നത്. അനുപല്ലവിലേക്ക് പോയാലോ? എന്താ കാണിക്കുന്നത്? എന്താ നോക്കാം. ദാഹിച്ചു മോഹിച്ചു നിൻ പ്രേമയമുനയിൽ താമരവള്ളം തുഴയാൻ. നിൻ്റെ പ്രേമയമുനയിൽ ദാഹിച്ചുകൊണ്ട്, അതും മോഹിച്ചുകൊണ്ട് എൻ്റെ താമരവള്ളം തുഴയാൻ ആഗ്രഹിക്കുകയാണ്. എന്താണ് ഈ പ്രേമയമുന എന്ന് വെച്ചാൽ? തൻ്റെ പ്രിയപ്പെട്ടവൻ്റെ പ്രേമം തുളുമ്പി നിൽക്കുന്ന യമുനയിൽ. ഈ യമുനയിൽ ധാരാളം കഥ പറയാനുണ്ടല്ലേ? ഇവിടെ വയലാറ് രാധാകൃഷ്ണന്മാരുടെ അമരപ്രണയത്തിൻ്റെ സംഗമഭൂമിയായ
യമുനാ തീരത്തെ നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ് അല്ലേ? അവിടെ രാധാകൃഷ്ണന്മാർ വിരിയിപ്പിച്ച പ്രണയമലരൻ്റെ ഗന്ധം, യമുന ജലാശയം, ആ യമുനയുടെ ജലാശയം ആ ഗന്ധം, ആ പ്രണയഗന്ധം സ്വാംശീകരിച്ചിട്ടുണ്ടായിരിക്കുമല്ലോ അല്ലേ? വൃന്ദാവനത്തിലൂടെ ഒഴുകുന്ന യമുന കൃഷ്ണൻ്റെ വേണുനാദത്തിലൂടെ ഒഴുകിയെത്തിയ പ്രണയ സ്വരരാഗസുത ഇന്നും കാതോട് കാതോരം നമുക്ക് ശ്രവിക്കാൻ പറ്റും. അപ്പോൾ അത്രയ്ക്ക് പ്രണയമധുരമുള്ള ഒരു ജലാശയമാണെന്ത്? പ്രേമയമുന. അപ്പോൾ ആ പ്രേമയമുനയിൽ താമരവെള്ളം തുഴയാൻ, അപ്പോൾ പ്രേമയമുനയിൽ ആ ജലാശയത്തിൽ പ്രണയതീരമായ പ്രിയതമനിലേക്ക് അല്ലേ? പ്രണയതീരം, എൻ്റെ പ്രണയതീരം എൻ്റെ പ്രിയതമനല്ലേ? അപ്പോൾ പ്രണയതീരമായ പ്രിയതമനിലേക്ക് എത്തിച്ചേരാൻ താമരയോട് സമാനമായ മനസ്സാണ് ഇവരുടെ. താമര പരിശുദ്ധിയുടെ പ്രതീകമാണല്ലേ? അപ്പം താമരയോട് സമാനമായ മനസ്സാകുന്ന ചെറിയ വള്ളത്തിൽ നടത്തുന്ന യാത്രയാണ് കവിയുടെ താമരവള്ളം തുഴയുക എന്ന പ്രയോഗത്തിലോട്ട് ഉപയോഗിച്ചിരിക്കുന്നത്. പിന്നീടോ, കരളിലുറങ്ങും കതിർ കാണാ കിളി കാത്തിരിപ്പു നിന്നെ, കാത്തിരിപ്പു നിന്നെ. ഈ വരി വളരെ അലങ്കാര പ്രയോഗങ്ങളാൽ കവി മനോഹരമാക്കിയിരിക്കുകയാണ്. കരളിലുറങ്ങും കതിർ കാണാക്കിളി, എൻ്റെ സങ്കല്പ ചക്രവാളത്തിൽ കിനാക്കളാൽ വിരിയിപ്പിച്ച, സ്വപ്നങ്ങളാൽ വിരിയിപ്പിച്ച മറ്റൊരു സ്വപ്നക്കിളി, എൻ്റെ ആത്മാവിൻ്റെ ആഴങ്ങളിൽ നിനക്കായി മാത്രം അനന്തമായി നിന്നെ കാത്തിരുന്നു കൊണ്ട് അതിങ്ങനെ നിനക്കായി മാത്രം അനന്തമായി മിഴിപൂട്ടി കാത്തിരിക്കുന്നു. ഇതൊരു മനോഹരമല്ലേ? ആണ് കരലിൽ ഉറങ്ങുന്ന കതിർ കാണാക്കിളി നിനക്ക് വേണ്ടി കാത്തിരിക്കണമെന്ന് പറയണം അല്ലേ? ആക്ച്വലി ഈ കതിർ കാണാക്കിളി എന്ന് വെച്ചാൽ ഈ സബലീകരിക്കപ്പെടാതെ പോയ മോഹങ്ങളുടെ പ്രതീകമാണ് കതിർ കാണാക്കിളി. ജീവിതയാത്രയിൽ പലരുടെയും ഹൃദയത്തിൽ കതിർ കാണാക്കിളി ജന്മം കൊള്ളാറുണ്ട് അല്ലേ? ഇനി നമ്മൾ ഈ ചരണത്തിലേക്ക് പോയാൽ പ്രണയത്തിൻ്റെ അതിമധുര പ്രവാഹത്തിൽ നീന്തി തുടിച്ചുകൊണ്ട് കാവ്യഗന്ധർവൻ വയലാർ രാമവർമ്മ ചരണത്തിൽ സുവർണ ഗോപുരവാതിൽ തുറക്കുകയാണ്. നമുക്ക് ആ സുവർണ ഗോപുര വാതിലിലേക്ക് ഒന്ന് പോയി നോക്കാം അല്ലേ? എന്താണ്? വീണുടയാതെ ഇരിക്കാൻ ജീവിത വീണ തരാം ഞാൻ കയ്യിൽ. ജീവിതമാണ് എൻ്റെ സർവസ്വവും. എന്നിലെ ജീവിതമാകുന്ന വീണ ഉടഞ്ഞു പോകാതിരിക്കാൻ നിൻ്റെ കരങ്ങളിൽ ഞാൻ സമർപ്പിക്കാം. കണ്ടോ? അടുത്ത വരിയോ? കനകസ്മരണകൾ നെട്ടിയ നെയ്ത്തിരി കാഴ്ച വയ്ക്കാം മുന്നിൽ. എന്താണ് ഈ കനകസ്മരണ എന്ന് വെച്ചാൽ? ഈ കനകസ്മരണകൾ എന്നാൽ ജീവിത തിരിച്ചറിവിൻ്റെ പാതയിൽ വിരിഞ്ഞ സുവർണ മധുരിക്കുമോർമ്മകളാൽ ജ്വലിപ്പിച്ച നെയ്ത്തിരി നിൻ മുന്നിൽ കാഴ്ചവെക്കാം. ഇത് മനോഹരമാണല്ലേ? അടുത്ത രണ്ട് വരിയോ? ഹൃദയം നിറയെ സ്വപ്നവുമായി നീ മധുരം കിള്ളി തരുമോ. എന്താണ് ഹൃദയം നിറയെ സ്വപ്നമായെന്ന് വെച്ചാൽ? എന്തു സ്വപ്നമാണത്? നമ്മുടെ ജീവിത വിജയഗാഥയുടെ സ്വപ്നങ്ങൾ മിഴി തുറന്നിരിക്കുന്ന ഹൃദയതന്ത്രികളിൽ ശ്രുതി മീട്ടി തരുമോ? ആ ശ്രുതി മീട്ടി മധുരം കിള്ളി തരുമോ എന്ന് ചോദിക്കുകയാണ് നായിക അല്ലേ? അടുത്തതോ? വിജനലതാഗ്രഹ വാതിലിൽ വരുമോ വീണമീട്ടി തരുമോ, വീണമീട്ടി തരുമോ. ഉണ്ടോ? എന്താണ് പറയുന്നത്? വിജനമായ ഒരിടത്ത് അല്ലെ, വിജനമായ സ്ഥലത്ത് ഒരിടത്ത് ലതകളാൽ നിർമ്മിക്കപ്പെട്ട എൻ്റെ ഗൃഹത്തിൻ്റെ പൂമുഖ പടിവാതിക്കലെത്തി എന്നിലെ ജീവിതമാകുന്ന വീണയിൽ ശ്രുതി മീട്ടിത്തരുമോ എന്ന് ചോദിക്കുകയാണ് നായകനോട് അല്ലേ, തൻ്റെ പ്രിയതമനോട്. ഇവിടെ ചക്രവർത്തിയെ രാജകുമാരി വികാരങ്ങളുടെ വിരുന്നൂട്ടിന് ക്ഷണിക്കുകയാണ് അല്ലേ? അപ്പം എന്നിലെ വീണയിൽ മിഴിപൂട്ടി ഉറങ്ങുന്ന വികാര സ്വരരാഗതാളലയങ്ങളെ
നിന്റെ കരലാളനയാൽ ഉണർത്തി പൂർണ്ണതയുടെ അനന്തവിഹായസിൽ എന്നെ എത്തിക്കില്ലേ എന്ന് ചോദിക്കുകയാണ്. എന്തൊരു മനോഹരമായിട്ടാണ് കവി ഈ ഗാനത്തെ എൻ്റെ ആ പരിസമാപ്തിയിലേക്ക് എത്തിക്കുന്നതല്ലേ. ഹൗ ബ്യൂട്ടിഫുൾ ഇറ്റ് ഈസ് അല്ലേ. കാവ്യഗന്ധർവൻ വിടർത്തിയ ഈ കാവ്യമലര് വിടർന്ന് പരത്തുന്ന ഗന്ധം അറിയുന്നില്ലേ? ഈ ഗന്ധം നുകർന്നുകൊണ്ട് നമുക്ക് ഇവിടെ പിരിയാം. ഈ കാവ്യവിരുന്ന് ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അഭിപ്രായം കുറിക്കുക. ഈ ഗാനമൊന്ന് ആലോചിക്കട്ടെ, ശ്രദ്ധിക്കണേ. ചക്കരപ്പന്തലിൽ തേൻമഴ ചൊരിയും ചക്രവർത്തി കുമാരാ, നിൻ മനോരാജ്യത്തെ രാജകുമാരിയായി വന്നു നിൽക്കാനൊരു മോഹം. ചക്കരപ്പന്തലിൽ തേൻമഴ ചൊരിയും ചക്രവർത്തി കുമാരാ, ദാഹിച്ചു മോഹിച്ചു നിൻ പ്രേമയമുനയിൽ താമരവള്ളം തുഴയാൻ. ദാഹിച്ചു മോഹിച്ചു നിൻ പ്രേമയമുനയിൽ താമരവള്ളം തുഴയാൻ. കരളിലുറങ്ങും കതിർ കാണാക്കിളി കാത്തിരിപ്പൂ നിന്നെ, കാത്തിരിപ്പൂ നിന്നെ. ചക്കരപ്പന്തലിൽ തേൻമഴ ചൊരിയും ചക്രവർത്തി കുമാരാ, വീണുടയാതെ ഇരിക്കാൻ ജീവിത വീണതരാം ഞാൻ കയ്യിൽ. കനകസ്മരണകൾ നീട്ടിയ നെയ്ത്തിരി കാഴ്ച വയ്ക്കാം മുന്നിൽ. ഹൃദയം നിറയെ സ്വപ്നവുമായി നീ മധുരം കിള്ളി തരുമോ? ഹൃദയം നിറയെ സ്വപ്നവുമായി നീ മധുരം കിള്ളി തരുമോ? വിജനലതാഗ്രഹ വാതിലിൽ വരുമോ? വീണമീട്ടി തരുമോ? വീണമീട്ടി തരുമോ? ചക്കരപ്പന്തലിൽ തേൻമഴ ചൊരിയും ചക്രവർത്തി കുമാരാ, നിൻ മനോരാജ്യത്തെ രാജകുമാരിയായി വന്നു നിൽക്കാനൊരു മോഹം. ചക്കരപ്പന്തലിൽ തേൻമഴ ചൊരിയും ചക്രവർത്തി കുമാരാ. ഗുഡ് ബൈ.